ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അതിലെ വ്ളോഗ് ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷവും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പണിയും കിട്ടിയ ദിവസമാണ് ഗൈസ്. എൻ്റെ വണ്ടി പഞ്ചറായി ഗൈസ്, കണ്ടില്ലേ വണ്ടി പഞ്ചറായി. പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുവാണ്. സോ ഇന്ന് എൻ്റെ ബെസ്റ്റി വരുവാണ് ഗൈസ്, അവളെ കാണാൻ വേണ്ടി പോവാണ്. ഞാനും അവളും കൂടി ഔട്ടിങ് പോകാൻ തീരുമാനിച്ചു ഗൈസ്. നമ്മളിപ്പോൾ അങ്ങനെ എൻ്റെ ബെസ്റ്റിയെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ നമ്മൾ മാസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുവാണ് ഗൈസ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ പിക്ക് ചെയ്ത് വരുവാണ് അവളെ ബസ് സ്റ്റോപ്പിൽ നിന്ന്. സോ നമ്മൾ എന്നിട്ട് കുഞ്ഞുമാടെ വീട്ടിൽ പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ലുലു പോകുന്നതായിരിക്കും. ഗൈസ് നമ്മളിപ്പോൾ കുഞ്ഞുമാടെ വീട്ടിൽ വന്നിരിക്കുക ഗൈസ്. കുഞ്ഞുമ നമുക്ക് ഐസ് ഒക്കെ വാങ്ങിച്ചു. ഹോം മെയ്ഡ് ആണ് ഗൈസ് ഐസ്. സോ അതൊക്കെ വാങ്ങി തന്നിരിക്കുവാണ്. താങ്ക് യു. അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ ലുലു മോളിലെത്തിയിരിക്കുവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ലുലു മോളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി പോവാണ് ഹൈപ്പറിലോട്ട്. ഇവിടെ ഒന്നും കേൾക്കാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വോയിസ് ഇടുന്നത്. ഈ മൈക്ക് വാങ്ങുന്നവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ നമ്മളപ്പം എൻജോയ് ചെയ്യുവാണ്. അവൾ കോമഡി പറയുന്നു, ഞാൻ കിടന്ന് ചിരിക്കുന്നു, അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് വന്നിരിക്കുവാണ്. പറയാൻ പറ്റിയത് കേൾക്കുന്നുണ്ടോ? നമ്മളിപ്പം ഫുഡ് താഴെ നിന്ന് മേടിച്ചോണ്ട് വന്നു. അത്ര നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല അല്ലേ, നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യാനാണ്. ക്യാമറയ്ക്ക് മുമ്പേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ അങ്ങനെ പ്ലേറ്റൊന്നും മാറ്റി പാഴാക്കുന്നില്ല, നമ്മൾ ഇതിൽ തന്നെ കഴിക്കുവാണ്. ഇതിൽ തന്നെ കഴിക്കുക ഗൈസ്, ഇതിൽ തന്നെ കഴിക്കുക. എപ്പടി ഇருக்கு? நல்லா இருக்குங்களா ഗൈസ്? നമ്മളിപ്പോൾ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് കറങ്ങാനുള്ള പോക്കാണ് അല്ലേ. നമ്മൾ ഒരേ കോസ്റ്റ്യൂം പിടിച്ചിരിക്കുക ഗൈസ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ജുഡിയോ പോയി 1-2 ഫോട്ടോസ് എടുക്കും അല്ലേ. ജുഡിയോ ഉണ്ട് ഗൈസ്, അവിടെ പോയിട്ട് എന്താണെന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ എടുത്തിട്ട് വലിയ കാര്യം വ്ളോഗിടാൻ മറന്നു പോകും ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ എടുത്തിട്ട് ഇടാൻ മറന്നു ഗൈസ്. ജുഡിയോ സീരിയസ് ഞാൻ എടുത്തതായിരുന്നു, അത് കുറച്ച് ട്രാജഡി ആയിപ്പോയി. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗിൽ പറഞ്ഞു എന്താണ് പറ്റിയത് സംഭവം ഒക്കെ. ഫോട്ടോ എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് പോവുക. ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ കളക്ഷൻസ് ഒന്നും കാണില്ല, പിന്നെ ഒടുക്കത്തെ കളക്ഷൻസ് ആണ്. നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്, നല്ല ഡ്രസ്സസൊക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോയ്സിൻ്റെ സെക്ഷനായാലും ഗേൾസിൻ്റെ സെക്ഷനായാലും നല്ല കളക്ഷനാണ് അല്ലേ, നല്ല കളക്ഷൻസ് ഉണ്ട്. ഹലോ ഗൈസ്, ഇവിടെ ഒന്നും പറയാനില്ല, നല്ല കളക്ഷൻസ് ഉണ്ട്. സ്റ്റുഡിയോ ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുകളോട്ടല്ല കുറച്ച് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ കൊണ്ടൂറിലേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും മുകളിലാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ മുകളിൽ കയറുക. ചുമ്മാ വന്നതാ, ഇറക്കൊന്നുമില്ല ഗൈസ്, ഇറക്കൊന്നുമില്ല. എന്തോടാ പറഞ്ഞു. അങ്ങനെ ഗൈസ് ഞാനും എൻ്റെ ബെസ്റ്റിയും അവിടെ മൊത്തം ഒന്ന് അടിച്ച് കയറി അങ്ങ് നടന്നു ഗൈസ്. സോ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കുക ഗൈസ്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. അതെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം അല്ല മാസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഷീസ് മൈ ബെസ്റ്റ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ എല്ലാമാണ് അല്ലേ. പിന്നെന്താണ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാഷിർ ബ്രോയുടെ ഒരു വീഡിയോ ഉണ്ട്, അലൻ ബ്രോ, ഹാഷിർ ബ്രോ, വിനായക് ബ്രോ, ഇത്രയും പേരും കൂടി ഇരുന്നിട്ട് എന്തൊക്കെയുണ്ട് സുഖം എന്നൊക്കെ പറയുമ്പോൾ അതുപോലെയാണ് നമ്മുടെ കാര്യം. എന്തൊക്കെയുണ്ട് പ്രിയ സുഖം, എന്തെങ്കിലും പറ. പിന്നെ എന്താ സുഖം, അതാണ് ഇവിടെ. അത്രയേ ഉള്ളൂ. ഹായ് ബൈ. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം ഗൈസ്. വെരി ഇൻട്രസ്റ്റിംഗ്. കാണിച്ചു തരാവേ, സംഭവം നോക്കിക്കോണേ. ഗൈസ് ഇതെന്ന് പറയുമ്പോൾ പിയാനോ സ്റ്റെപ്പാണ് ഗൈസ്. പിയാനോ പോലെ നമ്മൾ നടക്കുമ്പോൾ ലൈറ്റ് കത്തും, അതുപോലെ തന്നെ ആ ട്യൂണും കേൾക്കാറുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു, നല്ല രസമുണ്ട്, അടിപൊളി. എന്തായാലും അത് കലക്കി ഗൈസ്. ലുലുമാളി വന്ന എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ പിയാനോ സ്റ്റെപ്പ് ഗൈസ്. നടക്കുമ്പോൾ ലൈറ്റും കത്തും, ട്യൂണും കേൾക്കും ഗൈസ്. കണ്ടില്ലേ, ഒന്നുകൂടെ കാണിച്ചു തരല്ലേ നമ്മൾ. വാ മോളി നാളെ കണ്ടതാ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ സംഭവം. അനുഗ്രഹിച്ചിട്ടൊക്കെ വരുന്നു ഗൈസ്. നടക്കുക ഗൈസ്, നടക്കുക. ഇങ്ങോട്ടാണെന്ന് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ചുമ്മാ നടക്കും.
അല്ലേ? നമ്മൾ ഈ യൂണിഫോം ഒരേ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാൻ നോക്കിയതായിരുന്നു. ബട്ട് എല്ലാവരും വിചാരം നമ്മൾ തിരികെ നിൽക്കുന്ന ആൾക്കാരാണ്. ഗൈസ് എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ് കോപ്രായം. സോ അവളും എൻ്റെ കൂടെ കൂടും. അത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് ഗൈസ്. എപ്പോൾ കണ്ടാലും നമ്മളിങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട്. അതൊരു വൈബല്ലേ ഗൈസ്. സോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഗൈസ് നമ്മളവിടെ ഒരുപാട് നേരം ഇരുന്നു, സംസാരിച്ചു, ഒരുപാട് ചിരിച്ചു, ഒരുപാട് കോമഡി അടിച്ചു, ഒരുപാട് തగ్గടിച്ചു. നമ്മുടെ ആ പണ്ടത്തെ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വന്നു ഗൈസ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ആ ചെയർ നല്ല ഹൈറ്റുള്ള ചെയർ ആയിരുന്നു. അത് കാര്യം പറഞ്ഞാണ് അടുത്ത ചിരി. അങ്ങനെയൊക്കെ ചിരിച്ചു ഗൈസ്. എന്നിട്ട് നമ്മൾ നേരെ അവിൽ മിൽക്ക് കുടിക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ അവിൽ മിൽക്ക് കുടിക്കുക. പറഞ്ഞു വരിക കുറച്ച് നേരം കൊണ്ട് നമ്മളിങ്ങനെ കുടിക്കുക. സോ കുടിച്ചിട്ട് വരാൻ ടേസ്റ്റ് ഉണ്ടോ? നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ടു ഗൈസ്. കൊള്ളാതെ പിന്നെ നമുക്ക് ഐസ്ക്രീം ഒക്കെ കുടിക്കാം. എന്നിട്ട് വേണം നാളെ ജിമ്മിൽ എൻ്റെ കോച്ചനായിട്ട് പൊരിക്കാൻ. അല്ല ഗൈസ്, അങ്ങനെ കുടിക്കത്തില്ല ഗൈസ്. നമ്മളങ്ങനെ ഇതൊക്കെ കഴിച്ചു. അവിൽ മിൽക്കൊക്കെ കഴിച്ചതിന് ശേഷം ചട്ടമീസ് നമ്മൾ വരുന്ന വഴിക്ക് ചട്ടമീസിനെ കണ്ടു. അവരിങ്ങനെ പാസ് ചെയ്ത് പോയി അല്ലേ? സെൽഫി എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മളപ്പം എസ്കലേറ്ററിൽ കയറി പോവാണ്. നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്കല്ല, ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. എവിടെ പോകുന്നത്? ഗൈസ് നമ്മളപ്പം ലുലുന്ന് ഇറങ്ങുവാണ്. നമ്മൾ ചോദിച്ചു പോകുന്ന വഴിക്ക് മാനവീയത്ത് പോയി കുറച്ച് പിക്ചർ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. സോ പോകുന്ന വഴിയാണ്. നമുക്ക് കുറച്ച് ടൈം കൂടിയുണ്ട്. ടൈം കൺസ്യൂം ചെയ്താണ് നമ്മൾ ഈ നടക്കുന്നത്. നമ്മൾ പാർക്കിങ്ങിൽ പോകുന്നത് എന്താ കുട്ടി പറയാൻ ഓക്കെ. സോറി അങ്ങനെ ഗൈസ് നമ്മളിതാ കോമഡി അടിച്ച് വരുവാണ്. വരുന്ന വഴി മൊത്തവും ഞാൻ ചിരിച്ച് വരുവാണ്. നമ്മൾ കോമഡി അടിക്കുന്നു, ഞാൻ ചിരിക്കുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ടൈമിൻ്റെ കാര്യവും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് എത്താൻ പറ്റണേ എന്ന് ഇങ്ങനെ പറഞ്ഞ് വരുവാണ്. അതിനുശേഷം പാർക്കിങ്ങിലേക്ക് നമ്മളെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി കണ്ടുപിടിക്കാൻ. സോ അതാണ് അവൾ കാണിക്കുന്നത്. വണ്ടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു വണ്ടിയിലൊക്കെ കയറി കുറേ കിടന്നു ചിരിച്ചു. പിന്നെ അതിനുശേഷം നമ്മളിത് ഇറങ്ങി ഗൈസ്. നമ്മൾ നേരെ മാനവീയത്ത് പോവുക ഗൈസ്. നമ്മളിപ്പോൾ മാനവീയത്ത് വന്നിട്ടുണ്ട് ഗൈസ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല അല്ലേ? തിരക്കില്ല, വെറുതെ ഇങ്ങനെ കിടക്കാം. ബട്ട് നല്ല വൈബാണ് ഗൈസ് ഇവിടെ. പിന്നെ ഈ വൈബ് അടിക്കാൻ കൂടെ ചങ്ങളുകൊണ്ട് സീനില്ല. അങ്ങനെ നമ്മൾ ഗൈസ് ഒരുപാട് പിക്ചേഴ്സ് എടുത്തു. പിന്നെ വീഡിയോസ് എടുത്തു, ഒരുപാട് ചിരിച്ചു. എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ളത് ഫുൾ ഫണ്ണായിരുന്നു ഗൈസ്. നമ്മുടെ ആ ഡേ പൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ തേടിയത് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക ഗൈസ്. ഡേ ഓവറായി അവൾ പോവുക. സോ ഞാൻ ബസ് കയറ്റി വിടാൻ അവസാനം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായി ഗൈസ്. എപ്പോഴും ഹാപ്പിനെസ് പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്തു ഗൈസ്. അതിനുശേഷം ഞാൻ അവിടെ ബസ് കയറ്റി വിട്ടു. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു ഗൈസ്. അത്രയേ ഉള്ളൂ. ഞാൻ ബാക്കി എനിക്ക് എടുക്കാൻ തോന്നിയില്ല ഗൈസ്, വിഷമം വന്നു. സോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വരുന്നതൊന്നും എടുത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.